വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പേജിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ലോക ചരിത്രമാണ്. പ്രധാനപ്പെട്ട വിപ്ലവങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പാട് നമ്മൾ SCERT ഭാഗം മാത്രമായിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എടുത്ത് പറയുന്നൊരു ക്ലാസ്സാണ് കേട്ടോ. PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടി ചെയ്താൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സ് ആണ്. അത് നമുക്കൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ്? മെക്സിക്കോയാണ് അല്ലേ? മെക്സിക്കോയാണ് ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം. നെക്സ്റ്റ്, ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം? ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം? ഏത് വിപ്ലവത്തിൻ്റെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെതാണ് അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിച്ച സംഭവം ഏതാണ്? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിക്കുന്നത്. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം. നെക്സ്റ്റ്, കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്നത് ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്നത് ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? ഏത് വിപ്ലവത്തിൻ്റെതാണ്? റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ് കൃഷിഭൂമി കർഷകന്, പട്ടിണിക്കാർക്ക് ഭക്ഷണം, അധികാരം തൊഴിലാളികൾക്ക്, എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്ന മുദ്രാവാക്യം. ഫ്രഞ്ച് വിപ്ലവത്തിന് നമ്മൾ എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം എന്തായിരുന്നു? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണമായിരുന്നു. അതുപോലെ തന്നെ ഹരിത വിപ്ലവം തുടക്കം കുറിച്ച് എവിടെ നിന്നാണ്? മെക്സിക്കോയിൽ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവത്തെയാണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവത്തെയാണ്? ഫ്രഞ്ച് വിപ്ലവത്തെയാണ് അല്ലേ? ഫ്രഞ്ച് വിപ്ലവത്തെയാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? പ്ലാസി യുദ്ധം നടന്നത് 1757 പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം നയിച്ചത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പ്ലാസി യുദ്ധം നടന്ന വർഷം ഏതാണ്? AD 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം നയിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. നെക്സ്റ്റ്, രണ്ടാം കർണാട്ടിക് യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ജനറൽ ആരാണ്? രണ്ടാം കർണാട്ടിക് യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ജനറൽ ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് തന്നെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ജനറൽ റോബർട്ട് ക്ലൈവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം നയിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? ചോദിക്കാറുണ്ട് അല്ലേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ അവരോധിച്ച രാജാവ് ഏതാണ്? ആരാണ്? മിർജാഫറാണ് അല്ലേ? ക്ലൈവിൻ്റെ കുറുക്കൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഒറ്റ കൊടുക്കുന്നത്. അപ്പോൾ പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ അവരോധിച്ച രാജാവ് ആരായിരുന്നു? മിർജാഫറിനെയായിരുന്നു. യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ചൈനയിൽ നടന്ന കലാപം ഏതാണ്? യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ചൈനയിൽ നടന്ന കലാപം ഏതാണ്? ബോക്സർ കലാപം. ബോക്സർ കലാപമാണ് യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ചൈനയിൽ നടന്ന കലാപം. ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം.
കുരിശ് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? കുരിശ് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലായിരുന്നു കുരിശ് യുദ്ധങ്ങൾ നടന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ബംഗാളിൽ അവരോധിച്ച രാജാവാണ് മിർ ജാഫർ. യൂറോപ്യൻ ആധിപത്യത്തിനെതിരെ ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം. കുരിശ് യുദ്ധങ്ങൾ നടന്നത് മുസ്ലിമും ക്രിസ്ത്യനും തമ്മിലായിരുന്നു. 1688 രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? 1688 രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഏതാണ് ഇയർ? 1688 രക്തരഹിത വിപ്ലവം നടക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയറാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയറാണ്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയറും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ ആരാണ്? റൂസോയാണ്. അപ്പോൾ 1688 രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയായിരുന്നു? ഇംഗ്ലണ്ടിലായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് വോൾട്ടയറും പ്രവാചകൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? റൂസോയുമാണ്. ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചത് ഏത് യുദ്ധത്തിലാണ്? ഒന്നാം ലോക മഹായുദ്ധമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആകാശയുദ്ധം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. അതുപോലെ തന്നെ വിഷവാതകം മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെയായിരുന്നു. വിഷവാതകം മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചതും വിഷവാതകം മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെയാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം സമാധാന ഉടമ്പടികൾ രൂപം കൊടുത്തത് ഏത് സ്ഥലത്ത് വെച്ചാണ്? ഒന്നാം ലോക മഹായുദ്ധാനന്തരം സമാധാന ഉടമ്പടികൾ രൂപം കൊടുത്തത് പാരീസിൽ വെച്ചാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ചരിത്രത്തിൽ ആദ്യമായി ആകാശയുദ്ധം ആരംഭിച്ചതും വിഷവാതകം മനുഷ്യനെതിരെ ഉപയോഗിക്കപ്പെട്ടതും ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധാനന്തരം സമാധാന ഉടമ്പടികൾ രൂപം കൊടുത്തത് പാരീസിൽ വെച്ചാണ്. ഇനി സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നതെന്നാണ്? സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത്. 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാം ലോക യുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. അപ്പോൾ സർവ്വരാജ്യ സഖ്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി വേഴ്സായ് ഉടമ്പടിയാണ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? വേഴ്സായ് ഉടമ്പടിയാണ്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയായിരുന്നു സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത് 1920 ജനുവരി 10. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരെയാണ്? നെപ്പോളിയനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന ആരെയാണ്? നെപ്പോളിയൻ. രക്തരഹിത വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. രക്തരഹിത വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? 1688 രക്തരഹിത വിപ്ലവം നടന്നത്. ഏത് വർഷമാണ്? 1688. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം. ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത് ഏത് സമയത്താണ്? 1839 മുതൽ 1842 വരെയാണ് ഒന്നാം കറുപ്പ് യുദ്ധം നടന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു നമ്മൾ പറഞ്ഞു നെപ്പോളിയനാണെന്ന്. രക്തരഹിത വിപ്ലവം നടന്നത് 1688 രക്തരഹിത വിപ്ലവം നടന്നത്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണ്? 1839 മുതൽ 1842 വരെയാണ്. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ഏത് തീയതിയിലാണ്? ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. 1773 ഡിസംബർ 16. അപ്പോൾ രക്തരഹിത വിപ്ലവം നടന്നത് 1688. ഒന്നാം കറുപ്പ് യുദ്ധം നടക്കുന്നത്
1739 മുതൽ 1842 വരെ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16. ഭൂമി, ആഹാരം, സമാധാനം ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്? ഭൂമി, ആഹാരം, സമാധാനം ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്? റഷ്യയുടെ മുദ്രാവാക്യമാണ്. ഭൂമി, ആഹാരം, സമാധാനം എന്ന് പറയുന്നത് ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്? റഷ്യ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, SCRTയിൽ എടുത്ത് പറയുന്ന പോയിൻ്റാണ്. കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖനം അവതരിപ്പിച്ചത് ആരായിരുന്നു? തോമസ് പെയിൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കോമൺ സെൻസ് അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിച്ചത് ആരാണ്? തോമസ് പെയിൻ ആണ്. അപ്പോൾ ഭൂമി, ആഹാരം, സമാധാനം എന്ന് പറയുന്ന ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? റഷ്യയുടെ മുദ്രാവാക്യമാണ്. ഭൂമി, ആഹാരം, സമാധാനം എന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തിയാണ് തോമസ് പെയിൻ. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നായിരുന്നു. നെക്സ്റ്റ്, റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത് 1905. റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത് 1905. റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത് 1905. അപ്പോൾ ഭൂമി, ആഹാരം, സമാധാനം ഏത് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യമാണ്? റഷ്യയുടെ മുദ്രാവാക്യമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കോമൺ സെൻസ് എന്ന ലഘുലേഖനം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? തോമസ് പെയിൻ ആണ്. റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നത് 1905. നെക്സ്റ്റ്, ബോക്സർ കലാപം നടന്നത് ഏത് വർഷത്തിലാണ്? ബോക്സർ കലാപം നടന്നത് 1900. ബോക്സർ കലാപം നടന്നത് 1900. ബോക്സർ കലാപം നടന്നത്. ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയ വർഷം ഏതാണ്? ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയ വർഷം ഏതാണ്? 1941 ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയത്. 1941. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ രാജ്യം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ രാജ്യം ഏതാണ്? ജപ്പാനാണ് അവസാനമായിട്ട് കീഴടങ്ങിയത്. അപ്പോൾ ബോക്സർ കലാപം നടന്നത് 1900. ബോക്സർ കലാപം നടക്കുന്നത്. ഇനി ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയ വർഷം 1941. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ രാജ്യമാണ് ജപ്പാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം ലോക മഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശം ഏതാണ്? ഹോഗൻസോളൻ. ഹോഗൻസോളൻ. ഒന്നാം ലോക മഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശം ഏതാണ്? ഹോഗൻസോളൻ. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന പ്രസിദ്ധമായ ചലച്ചിത്രം ഏതാണ്? ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന പ്രസിദ്ധമായ ചലച്ചിത്രം ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ. ഗ്രാൻഡ് ഇല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട റഷ്യയിലെ രാജവംശം ഏതാണ്? റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട റഷ്യയിലെ രാജവംശം ഏതാണ്? റോമനോവ് രാജവംശം. റോമനോവ് രാജവംശം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാം ലോക മഹായുദ്ധത്തോടെ അധികാരം നഷ്ടപ്പെട്ട ജർമ്മനിയിലെ രാജവംശമാണ് ഹോഗൻസോളൻ. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന പ്രസിദ്ധമായ ചലച്ചിത്രം ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ട റഷ്യയിലെ രാജവംശം ഏതാണ്? റോമനോവ്. 1945 ഏപ്രിൽ 28 ഏത് രാജ്യത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് മുസ്സോളിനിയെ ജനക്കൂട്ടം പിടികൂടി വധിച്ചത്? 1945 ഏപ്രിൽ 28 ഏത് രാജ്യത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് മുസ്സോളിനിയെ ജനക്കൂട്ടം പിടികൂടി വധിച്ചത്? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് മുസ്സോളിനിയെ ജനക്കൂട്ടം പിടികൂടി വധിച്ചത്.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങൽ പ്രഖ്യാപിച്ച ചക്രവർത്തി ആരാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങൽ പ്രഖ്യാപിച്ച ചക്രവർത്തി ആരാണ്? ഹിരോഹിതോ. അപ്പോൾ എന്താ പറഞ്ഞത്? 1945 ഏപ്രിൽ 28 മുസോളിനി രക്ഷപ്പെടാൻ, അല്ലേ, സ്വിറ്റ്സർലൻഡിലേക്കാണ് രക്ഷപ്പെടാനായിട്ട് പോയത്. ആ ഒരു സമയത്താണ് ജനങ്ങൾ പിടികൂടി വധിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങൽ പ്രഖ്യാപിച്ച ചക്രവർത്തിയായിരുന്നു ഹിരോഹിതോ. നെക്സ്റ്റ്, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം. 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം. 1914 മുതൽ 18 വരെ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1914 ജൂലൈ 28 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1914 മുതൽ 18 വരെയാണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1914 ജൂലൈ 28 ഒന്നാം ലോക യുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഒന്നാം ലോക യുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഓസ്ട്രിയ സെർബിയ. ഒന്നാം ലോക യുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഓസ്ട്രിയ സെർബിയ. ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം 1914 മുതൽ 18 വരെയാണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1914 ജൂലൈ 28 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു യുദ്ധം നടന്നത്? ഓസ്ട്രിയ സെർബിയ. നെക്സ്റ്റ്, ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായ പ്രധാന കാരണം എന്തായിരുന്നു? ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാന കാരണം ഫ്രാൻസിസ് ഫെർണാണ്ട് കൊലപാതകമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാന കാരണം. ഏത് രാജ്യത്ത് വെച്ചാണ് ഫ്രാൻസിസ് ഫെർണാണ്ട് കൊല്ലപ്പെട്ടത്? ഏത് രാജ്യത്ത് വെച്ചായിരുന്നു? ബോസ്നിയയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊലപാതകമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമായത്. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന സംഭവങ്ങളിലൊന്നായ ഡൺകിർക്ക് പാലായനം നടന്ന രാജ്യം ഏതാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന സംഭവമാണ് ഈ ഡൺകിർക്ക് പാലായനം എന്ന് പറയുന്നത്. അത് നടന്ന രാജ്യം എവിടെയാണ്? ഫ്രാൻസിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന സംഭവങ്ങളിലൊന്നായ ഡൺകിർക്ക് പാലായനം നടന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ്. രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷമാണ് നീണ്ടുനിന്നത്? രണ്ടാം ലോക മഹായുദ്ധം എത്ര വർഷം നീണ്ടുനിന്നു? 6 വർഷമാണ് രണ്ടാം ലോക മഹായുദ്ധം നീണ്ടുനിന്നത്. 6 വർഷമാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാന സംഭവങ്ങളിലൊന്നായ ഡൺകിർക്ക് പാലായനം നടന്നത് ഫ്രാൻസ് രാജ്യത്താണ്. 6 വർഷമാണ് രണ്ടാം ലോക മഹായുദ്ധം നീണ്ടുനിന്നത്. നെക്സ്റ്റ്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന്റെ കീഴടങ്ങലിന് വഴി തെളിയിച്ച ചരിത്ര സംഭവം എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ജപ്പാൻ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങുന്നതിന് അതിന് വഴി തെളിയിച്ച പ്രധാന സംഭവം ഏതായിരുന്നു? ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബാക്രമണമാണ് ജപ്പാന്റെ കീഴടങ്ങലിന് കാരണമായത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക നടത്തിയ അണുബോംബാക്രമണമാണ് എന്തിന് കാരണമായത്? ജപ്പാന്റെ കീഴടങ്ങലിന് കാരണമായത്. അമേരിക്കയുടെ B-26 വിഭാഗത്തിലുള്ള ബോംബർ ജെറ്റാണ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ടത്. ഈ ജെറ്റിൻ്റെ പേരെന്താണ്? അമേരിക്കയുടെ B-26 വിഭാഗത്തിലുള്ള ബോംബർ ജെറ്റാണ് ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ടത്. ഈ ജെറ്റിൻ്റെ പേരെന്താണ്? എനോളഗെ. നെക്സ്റ്റ്, ഡെസേർട്ട് ഫോക്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജർമ്മൻ ആർമി ജനറൽ ആരാണ്? ഡെസേർട്ട് ഫോക്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജർമ്മൻ ആർമി ജനറൽ ആരാണ്? ഇറവിൻ റോമൽ. ഡെസേർട്ട് ഫോക്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജർമ്മൻ ആർമി ജനറൽ ആരാണ്? ഇറവിൻ റോമൽ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലേ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താൻ. രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഏത് വിപ്ലവമാണ്? രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലേ. രാജ്യമെന്നത് പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. നെക്സ്റ്റ്, തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പ്രധാനമായത് ഏതാണ്? നമ്മൾ ഫസ്റ്റ് തന്നെ SCERT എടുത്ത് പറഞ്ഞാണല്ലേ മാച്ചു പിക്ചു എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? മാച്ചു പിക്ചു.
ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ്? ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ്? ആരാണ്? നെപ്പോളിയനാണ്. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ആരാണ്? നെപ്പോളിയനാണ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. ഇനി നമുക്കിതിനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PSC ചോദിച്ചിട്ടുള്ള നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സുമായി ഇന്നുന്നതാണ്.